ഞാൻ ഈ അപകടത്തിൽ മരിച്ച കുട്ടികളുടെ ബന്ധുക്കളെ എനിക്കൊന്നു നേരത്തെ പറഞ്ഞ ആ ഇരട്ട സഹോദരനാണ് ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാഴ്ചയിൽ ഉപ്പയുമാണ് ഇരിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ അതേ മുഖസാദൃശ്യം തന്നെയായിരുന്നു മരിച്ചുപോയ വിദ്യാർത്ഥിക്കുമുള്ളത് അല്ലേ ശരത്? നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇരട്ട സഹോദരനാണ്. ഷർട്ട് ഇത് കണ്ണടയിട്ട് നിൽക്കുന്ന അവനാണ് ഇരട്ട സഹോദരൻ. ഇവരൊക്കെ തന്നെ വളരെ മാനസികമായി വളരെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതികരണം തേടാൻ കഴിയുന്ന അവസ്ഥയല്ല. വിദ്യാർത്ഥികളും ഈ സഹപാഠികൾ, അതായത് ഒപ്പമുണ്ടായിരുന്ന, അതായത് ഈ വാഹനത്തിന് പുറമെ ഇവർക്ക് പുറകിൽ ഒരു ടൂ വീലർ കൂടി രണ്ട് വിദ്യാർത്ഥികൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാഹനത്തിൽ വിദ്യാർത്ഥികൾ കൊള്ളാത്ത സാഹചര്യത്തിൽ അതിന് പുറത്ത് രണ്ടുപേർ കൂടി ഇവർക്കൊപ്പം സിനിമ കാണാൻ വേണ്ടി പുറകെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരും ഈ സ്ഥലത്തുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ വളരെ മാനസികമായി വളരെ തകർന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ച സംഭവമല്ല ഇത്തരം അപകടം പോലും. അപകടത്തിനപ്പുറം 5 പേരുടെ മരണം എന്നുള്ളത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. മാനസികമായി അതിനോട് പൊരുത്തപ്പെടാൻ അവരിപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലൊന്നും വരാനോ അതിനൊന്നും തന്നെ അവർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ കൂടുതൽ ബന്ധുക്കൾ ഇവിടെ എത്തി ഇത്തരത്തിൽ മടങ്ങുകയാണ്. ഈ അവസാനമായി വിദ്യാർത്ഥികളൊക്കെ തന്നെ കണ്ട് മടങ്ങുകയാണ്. ഇപ്പോൾ ദേവാനന്ദിന്റെ ബന്ധുവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്വദേശിയാണ്. അവർ അവിടെയാണ് പൊതുദർശനം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുള്ളത്. അവരും വളരെ അമ്മയാണ് എന്നുള്ളതാണ്. അവര് വളരെ വികാരഭരിതമായി തന്നെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ മടങ്ങുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലാണ് ഇവിടെ ഒരു അപകടം ആളുകളെ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം വലിയ വിദ്യാഭ്യാസം നേടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് മകനെ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് വിടുന്നത്. പക്ഷേ ഈ വന്ന് 1.5 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഒരു അപകടത്തിൽ പരിക്കിനപ്പുറം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർക്ക് വലിയ സ്വപ്നമാണ്. അവരുടെയൊക്കെ തന്നെ മകനെ ജോലി വലിയ ഈ ഡോക്ടറായി കാണണമെന്നുള്ള തന്നെയുള്ള സ്വപ്നത്തിന് കൂടി ഈ സ്വപ്നം കൂടി തകർന്നു. മകനും നഷ്ടമായി ആകെ തകർന്ന മാനസികാവസ്ഥയിലാണ് ഒരു കുടുംബം ഉള്ളത്. അവരൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടാൽ അത്രത്തോളം സങ്കടകരമായ കാഴ്ചയാണ് ഇവിടെ. ദുഃഖം എല്ലാവരിലും സമാനമായ മാനസികാവസ്ഥയാണ്. ആരും അങ്ങനെ ഒരു സങ്കടത്തിനല്ലാത്തൊരു മുഖം നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. എല്ലാവരും വളരെ വേദനയോടുകൂടിയാണ് ഈ സ്ഥലത്ത് ഈ മോർച്ചറിക്ക് മുൻപിൽ നിൽക്കുന്നത്. അത്രത്തോളം നഷ്ടം. 5 വിദ്യാർത്ഥികളാണ്. അതായത് അവരവരുടെ ജീവിതം തുടങ്ങുന്നതേയുള്ളൂ. വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. പലരും ഉയർന്ന മാർക്കോടുകൂടിയാണ് ഇതിനകം തന്നെ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ തന്നെ നേടിയിട്ടുള്ളത്. ആ രീതിയിൽ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് തന്നെ അവരെ കണക്കാക്കിയായിരുന്നു കുടുംബവും ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും സാധ്യമായില്ല എന്നതിനപ്പുറം അവര് പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ കുടുംബത്തിന് അങ്ങനെ ഒരു വിയോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും അതിന്റെ ഒരു വേദന അവർക്ക് അടക്കി പിടിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല പെട്ടെന്നുണ്ടായ ഈ അപകടവും മരണവും ഒക്കെ തന്നെ മറ്റു സുഹൃത്തുക്കൾക്കും സമാനമായ രീതിയിൽ തന്നെയാണ്. ഏറെ പ്രധാനപ്പെട്ട കാര്യം 2 മാസമേ ആയുള്ളൂ അവിടെ കോഴ്സ് ആരംഭിച്ചിട്ട്. ഒരു 55-56 ദിവസമേ ആയുള്ളൂ ഫസ്റ്റ് ഇയർ കൗൺസിലെല്ലാം കഴിഞ്ഞ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട്. അതിലൊരു 40 ദിവസമേ ആയിട്ടുണ്ടാവുള്ളൂ ഈ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് പരിചയപ്പെട്ടിട്ട്. അതിൽ തന്നെ വളരെ കുറച്ച് ദിവസമേ ആയിട്ടുണ്ടാവുള്ളൂ ഇതിൽ ഒരു ബാച്ചുകാരെ ഹോസ്റ്റലിലെല്ലാം പരിചയപ്പെട്ടിട്ടുള്ളത്. അതിനിടയിൽ പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ് ഒന്ന് പുറത്ത് പോകാനും ഒക്കെയായി ഒരു റെൻ്റേ ക്യാബ് എടുത്ത് പോയത്. അവർ ചട്ടപ്രകാരം തന്നെയാണ് റെൻ്റേ ക്യാബ് എടുത്തത്. പക്ഷേ വൈകുന്നേരം സിനിമ കാണാൻ പോയപ്പോൾ കുറച്ചധികം വിദ്യാർത്ഥികളെ കൂടി അതിൽ കയറ്റി. പക്ഷേ അപകടം മഴ പെയ്തപ്പോൾ കാഴ്ച മറച്ചതാണ്. ഇപ്പോൾ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്നുള്ള ആ കുഞ്ഞിൻ്റെ അച്ഛനും സഹോദരനുമാണ്. ഇരട്ട സഹോദരനാണ്. ഒരേപോലെ ഇരിക്കുന്ന അവരാണ്. പ്രത്യേകിച്ച് ജനനം മുതൽ തന്നെ ഒരുമിച്ചുണ്ടായിരുന്ന സഹോദരൻ്റെ ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമായിരിക്കും. നമ്മുടെ മകനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന അച്ഛനെയാണ് ഇപ്പോൾ കാണുന്നത്. തിരിച്ചറിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടത്തിന് തൊട്ട് മുമ്പ് വാപ്പ മൃതശരീരം കണ്ട് മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ഏകദേശം അതേപോലെ ഇരിക്കുകയാണ് ആ ഇരട്ട സഹോദരനും. മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ അതേ മുഖസാദൃശ്യമാണ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയ ജബ്ബാറിൻ്റെ സഹോദരനുമുള്ളത്. അവർ രണ്ടുപേരും ഇരട്ടകളാണ്. വാപ്പ ബോഡി തിരിച്ചറിഞ്ഞ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതാണ് മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ വാപ്പയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഇരട്ട സഹോദരങ്ങൾ, അതിലൊരാൾ വല്ലാതെ വേദനയോടുകൂടിയാണ് അവിടെ നിൽക്കുന്ന കാഴ്ച. ഇവർ പോയി കണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ ജബ്ബാറിൻ്റെ പോസ്റ്റ്മോർട്ടം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ ദേശീയപാതയിൽ കളർകോട് വാഹനാപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട സംഭവം അത്യന്തം വേദനാജനകമാണ് എന്നാണ് അറിയിക്കുന്നത്. ഇതാണ് ജബ്ബാറിൻ്റെ ഒരു സഹോദരൻ, ഇരട്ട സഹോദരനാണ്. ജബ്ബാറിൻ്റെ സഹോദരൻ വാപ്പയുമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ആ കണ്ണ് തുടയ്ക്കുന്നത് ജബ്ബാറിൻ്റെ വാപ്പ.
എടുത്തിരിക്കുന്നത് ജബ്ബാറിൻ്റെ അതേ മുഖസാദൃശ്യമുള്ള ജബ്ബാറിൻ്റെ ഇരട്ട സഹോദരനാണ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. കണ്ണ് നനയിച്ചു പോകുന്നതാണ് കാഴ്ചകൾ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കാഴ്ചകൾ. ഒപ്പം ഈ കുഞ്ഞുങ്ങൾ 19-20 വയസ്സ്